ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നാം എല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട്. ഒരു നാടിൻ്റെ വിജയം എന്നുള്ളത് ആ ഒരു നാട്ടിൽ മദ്യം കുടിക്കാത്ത ആളുകൾ ഉണ്ടായി വരുമ്പോഴാണ്. അതായത് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് എല്ലാ മഹല്ലുകളിലും ഇന്ന് ഈ ഒരു അവസ്ഥയിൽ മദ്യം കുടിക്കുന്നവരുണ്ടാവും. അപ്പോൾ മദ്യം കുടിക്കാത്ത ഒരു നാടായിട്ട് മദ്യമുക്തമായിട്ട് നമ്മുടെ മഹല്ലുകളിലൊക്കെ കൊണ്ടുവരേണ്ടത് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. നാലാമതായി വരുന്നത് നമ്മുടെയൊക്കെ മഹല്ലുകളിൽ ഒരു വീട് പോലും നമ്മുടെ അറിവിൽ പട്ടിണി കൊണ്ട് പുളയുന്ന, ഒരു വീട്ടിൽ പോലും അടുപ്പ് പുകയാത്ത ഒരു വീടും നമ്മുടെ മഹലിൽ ഉണ്ടായില്ല എന്നുള്ളത് നാം എല്ലാവരും ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മദ്രസയിൽ പഠിക്കാൻ കാശില്ലാത്തതിൻ്റെ പേരിൽ നിർത്തിപ്പോകുന്ന ഒരു ദുരവസ്ഥ നമ്മുടെ മഹല്ലുകളിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ. അടുത്തതായിട്ട് ഇന്ന് നമ്മുടെ കേരളത്തിലെന്നല്ല, ഇന്ത്യയിലെന്നല്ല, ലോകമൊന്നാകെ വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു ദുരവസ്ഥ, വലിയൊരു പ്രതിസന്ധിയാണ് അത് മയക്കുമരുന്ന് എന്നുള്ളത്. ആദ്യമായി മയക്കുമരുന്നിനെതിരെ നമ്മുടെ ഓരോരുത്തരുടെ വീടുകളിൽ നിന്നും തുടങ്ങണം. അത് മഹല്ലുകളിലായി, അത് മറ്റു അധികാരികളിലായി, ലോകം ഒന്നടക്കം അത് വ്യാപിച്ചാൽ നമുക്ക് ഈ വിപത്തിനെതിരെ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് നമ്മുടെ മഹല്ലിൽ നിന്നും നമ്മൾ തുടങ്ങണം. നമ്മൾ മയക്കുമരുന്നിനെതിരെ നമ്മുടെ ജമാഅത്തിൽ ശക്തമായിട്ട് നിലപാട് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയാണെങ്കിൽ ഈ ഒരു വലിയ വിപത്തിനെ നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് തുടച്ച് നീക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് വ്യക്തമായൊരു നിലപാടുണ്ടാവുമ്പോഴാണ് ഒരു ഖത്തീബായി മാറുന്നത്. വെറുതെ ഒരു ജുമാക്ക് നേതൃത്വം നൽകാനോ അതല്ലെങ്കിൽ ഒരു മഹല്ലിന് നേതൃത്വം നൽകാനോ മാത്രമെന്നുള്ളതിനുപരി ഒരു ശക്തമായ നിലപാട് എല്ലാ കാര്യങ്ങളിലും നാം സ്വീകരിക്കേണ്ടതുണ്ട്. അത് ഏകദേശം ഒരു രാഷ്ട്രീയ താല്പര്യത്തിനുപരിയോ അതല്ലെങ്കിൽ മറ്റു പ്രമാണിമാരുടെ ഇടയിൽ നിന്നും നമുക്ക് ഉദിക്കാൻ കഴിയാത്ത രീതിയിലോ ആകാൻ പാടില്ല. എന്ത് വന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു ഭയം നമ്മളിൽ ഉണ്ടായിക്കൊണ്ട് എന്തിനും നാം കർശനമായ നിലപാട് സ്വീകരിക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ എൻ്റെ എല്ലാ ഖത്തീബുമാരോടും ഞാൻ ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാടുകളിലൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്ക് തുണ നൽകുമാറാവട്ടെ. ആമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.